വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സെം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഷിവൽറി ആൻഡ് റൊമാൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷിവൽറി ആൻഡ് റൊമാൻസ് എന്നുള്ളത് മിഡീവൽ ഇംഗ്ലണ്ടിലുള്ള ടു ഡിഫൈനിങ് കൾച്ചറൽ ഐഡിയൽസ് ആണ്. ഈ ഒരു ടു ഡിഫൈനിങ് കൾച്ചറൽ ഐഡിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്ററേച്ചറിനെയും സൊസൈറ്റീനെയും ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഷിവൽറി എന്നുള്ളത് ധീരത എന്നാണ്. ധീരതൻ്റെ കീ എലമെൻറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രേവറി ഇൻ ബാറ്റിൽ, യുദ്ധത്തിലുള്ള ധീരത, അതുപോലെ തന്നെ കിങ്ങിനോടും പ്രഭുക്കളോടുള്ള ലൊയാലിറ്റി, കിങ്ങിനോടും പ്രഭുക്കളോടുള്ള വിശ്വസ്തത, അതുപോലെ തന്നെ ചേർച്ചിനോടുള്ള പ്രതിരോധം, അതുപോലെ തന്നെ വീക്ക് പുവർ ആയിട്ടുള്ള അവരുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതുപോലെ തന്നെ മര്യാദ, ബിഹേവിയറിൽ മര്യാദയും അതുപോലെ തന്നെ ബഹുമാനവും, പിന്നെ വുമണിന് നേരെയുള്ള റെസ്പെക്റ്റ്, എസ്പെഷ്യലി നോബിൾ വുമണിനോടുള്ള, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷിവൽറിൻ്റെ കീ എലമെൻറ്റ്സ് എന്നുള്ളത്. ഇനി ക്രൂസൈഡ്സും 100 years വാർ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ഷിവൽറിക് വാല്യൂസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. ഇനി മെഡീവൽ ഇംഗ്ലണ്ടിലെ റൊമാൻസ് ആണ് പറയുന്നുള്ളത്. റൊമാൻസ് എന്നുള്ളത് റെഫർ ചെയ്യുന്നുണ്ട് ടു സ്റ്റോറീസ് ഓഫ് അഡ്വഞ്ചർ, ലവ് ആൻഡ് നൈറ്റ്ലി ക്വസ്റ്റേഴ്സ് ഓഫ്റ്റൻ ഫില്ലഡ് വിത്ത് മാജിക്കൽ ഓർ ലെജൻഡറി എലമെൻറ്റ്സ് ആണ് ഈ ഒരു റൊമാൻസിൽ ഉണ്ടാവാറ്. മാജിക്കൽ അല്ലെങ്കിൽ ലെജൻഡറി എലമെൻറ്റ്സ് ആണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ, ലവ്, നൈറ്റ്ലി ക്വസ്റ്റുള്ള അങ്ങനെയുള്ള സ്റ്റോറീസ് ആണ് റൊമാൻസ് കൊണ്ട് റെഫർ ചെയ്യുന്നുള്ളത്. ഇനി മെഡീവൽ റൊമാൻസിൻ്റെ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ട്ലി ലവ് എന്നുള്ളത്, നോബിൾ എന്ത് ചെയ്യുന്നുണ്ട്? നോബിളിന് എപ്പോഴും അൺഅറ്റൈനബിൾ ആയിട്ടുള്ള ലവ് ആണ് ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെ നൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലേഡീസിനെ ഡിവോഷനോട്, ഭക്തിയോട് കൂടിയാണ് സെർവ് ചെയ്യുന്നുള്ളത്. ഇനി ഹീറോയിക് ക്വസ്റ്റ് എന്നുള്ളത്, അതാണ് അടുത്ത തീം എന്നുള്ളത്. നൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജേണി തുടരുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ഒരാളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേണിക്ക് വേണ്ടിയിട്ട് നൈറ്റ്സ് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നുള്ളത്. അതാണ് ഹീറോയിക് ക്വസ്റ്റ് എന്നുള്ളത്. ഇനി ലോയാലിറ്റി, വിശ്വസ്തത, അതുപോലെ തന്നെ ബെട്രയൽ, ചതിക്കൽ, ഇതൊക്കെയാണ് മറ്റൊരു തീം എന്നുള്ളത് മിഡീവൽ റൊമാൻസിൻ്റെ. ഇനി മിത്ത് ആൻഡ് മാജിക് എന്നുള്ളതാണ് ലാസ്റ്റായിട്ട് പറയുന്നത് മിഡീവൽ റൊമാൻസിൻ്റെ തീം എന്നുള്ളത്. ഇവിടെ നോബിൾ മെന്നിൻ്റെ അൺഅറ്റൈനബിൾ ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് നേടാനാവാത്ത സ്നേഹം എന്നാണ്. അവർക്ക് അവരുടെ സ്നേഹത്തെ എന്ത് പറ്റുന്നില്ല, നേടാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് കോട്ട്ലി ലവ് എന്നുള്ളത്. അതൊരു മിഡീവൽ റൊമാൻസിലെ ഒരു തീമായിട്ടാണ് ഇവിടെ പറയുന്നുള്ളത്. ഇനി നമുക്ക് റൊമാൻസിൻ്റെ എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ കിങ് ആർതർ ആൻഡ് ദ നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എന്നുള്ള ആ ഒരു വർക്ക് എന്നുള്ളത് മറ്റൊരു എക്സാമ്പിളാണ് ഈ ഒരു റൊമാൻസിന്. ആ ഒരു വർക്കിൽ നൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ കറേജ്, അതുപോലെ തന്നെ മോറൽ സ്ട്രെങ്ത്തിനുള്ള ടെസ്റ്റാണ് നടത്തുന്നുള്ളത് നൈറ്റ്. ഇനി നമുക്ക് റൊമാൻസ് സൊസൈറ്റിയിലും കൾച്ചറിലും ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു റൊമാൻസ് എന്നുള്ളത് നൊബിലിറ്റി, അതുപോലെ തന്നെ മസ്കുലിൻ ഐഡിയൽസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നൊബിലിറ്റി, അതുപോലെ തന്നെ മസ്കുലിൻ ഐഡിയൽസ്, പുരുഷാദർശങ്ങളും അതുപോലെ തന്നെ കുലീനതയൊക്കെ നിർവചിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൊമാൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു റൊമാൻസ് എന്നുള്ളത് എഫക്റ്റ് ചെയ്യുന്നുള്ളത് ലിറ്ററേച്ചറിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രാമയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് വർക്ക്സ് ബൈ ചോസർ ആൻഡ് ലേറ്റർ ഷേക്സ്പിയർ. ആദ്യം ചോസറിൻ്റെ വർക്കിലും പിന്നീട് ഷേക്സ്പിയറിൻ്റെ വർക്കിലൊക്കെ ഈ ഒരു ലിറ്ററേച്ചറിലും ഡ്രാമയിലും ഈ ഒരു റൊമാൻസ് എഫക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.